നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. അയ്യപ്പ സംഗമത്തിന് ബദലായുള്ള ശബരിമല സംരക്ഷണ സംഗമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭക്ത സംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും രാഷ്ട്രീയമായി വലിയ വെല്ലുവിളി ഉയർത്തുന്ന വിഷയമായി വളരുന്ന സാഹചര്യമാണ് അയ്യപ്പ സംഗമത്തിലൂടെ ഉടലെടുത്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. നമുക്ക് അതുൾപ്പെടെയുള്ള വാർത്തകൾ വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മളുടെ ഫോക്കസ് വാർത്തകളിലൂടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തോട് ഇസ്രയേൽ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്ന് തന്നെ പറയാം നെതന്യാഹുവിന്റെ ഇന്നത്തെ പരാമർശങ്ങളിലൂടെ. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളായി ഇസ്രയേൽ ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്ന സാഹചര്യം എന്ന് നോക്കിയാൽ പലസ്തീനെ അംഗീകരിച്ച് കൂടുതൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. 2023 മുതൽ തുടങ്ങിയ യുദ്ധമാണ്. പലസ്തീനെതിരെ ഏകപക്ഷീയമായി നടക്കുന്ന കടന്നാക്രമണം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്നു. അവിടെ നടക്കുന്നത് വംശഹത്യയാണെന്ന് UN കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പോലും ലോകരാഷ്ട്രങ്ങളുടെ ആവർത്തിച്ചുള്ള വാർണിംഗ് മറികടന്ന് ഇസ്രയേൽ അവിടെ നരഹത്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വംശഹത്യയാണ് നടക്കുന്നത് എന്നത് ലോകത്തിന് തന്നെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് UK-യും കാനഡയും ഒക്കെ ഓസ്ട്രേലിയയും ഒക്കെ തന്നെ പലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ രംഗത്ത് വരുന്നത് ഇസ്രയേലിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, ഈ രാഷ്ട്രങ്ങൾ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിനൊപ്പം തന്നെ അത് യുഎന്നിലെ വാർഷിക സമ്മേളനത്തിൽ ഒരുമിച്ച് ഒരു നിലപാടെടുക്കാനും അവിടെ ദ്വിരാഷ്ട്ര പ്രഖ്യാപനത്തിലൂടെയുള്ള പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്താനും യോജിച്ച് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഇടപെടുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുമ്പോൾ ഇസ്രയേൽ അതിനു മുന്നിൽ പതറുന്നില്ല. മാത്രവുമല്ല, ലോകരാഷ്ട്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് കൂടി നമ്മൾ കാണുകയാണ്. നെതന്യാഹു ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. ഞാൻ വന്നിട്ട് കൂടുതൽ മറുപടി എന്നതാണ് നെതന്യാഹു പറയുന്നത്. ഇപ്പോൾ ഈ ലോകരാഷ്ട്രങ്ങൾ പലസ്തീന് വേണ്ടി ഒന്നിക്കുമ്പോൾ നെതന്യാഹുവിന് അവരോട് പറയാനുള്ളത് ഇത് നിങ്ങൾ ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണയാണ്. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെ ആക്രമിച്ച ഭീകരവാദികളെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ അല്ലെങ്കിൽ ഈ പിന്തുണയിലൂടെ ചെയ്യുന്നത് എന്നതാണ് നെതന്യാഹു പറയുന്നത്. ഒപ്പം തന്നെ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രം സാധ്യമാകാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അതൊരു വെല്ലുവിളിയാണ്, ലോകത്തിനോടുള്ള വെല്ലുവിളിയാണ്. പലസ്തീനെ മറ്റു രാഷ്ട്രങ്ങൾ അംഗീകരിക്കുമ്പോൾ അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന തുറന്നു പറച്ചിലും വെല്ലുവിളിയും നെതന്യാഹു നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രവുമല്ല, അവിടെ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കും, വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നു കയറും എന്ന ഒരു കാര്യം കൂടി നെതന്യാഹു ചൂണ്ടിക്കാട്ടുകയാണ്. യാതൊരു തരത്തിലും പിന്നോട്ടില്ല, ലോകരാഷ്ട്രങ്ങളെല്ലാം ഒറ്റയ്ക്ക് നിന്നാലും തങ്ങൾ മുന്നോട്ട് തന്നെ എന്ന് സൂചിപ്പിക്കുകയാണ് നെതന്യാഹു ഇന്ന് ഈ വെല്ലുവിളിയിലൂടെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ കരയാക്രമണം കൂടി ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞയാഴ്ച തുടങ്ങിയ കരയാക്രമണം, അതിൽ ജീവനറ്റ് വീഴുന്ന മനുഷ്യർ നിരവധിയാണ്. ഓരോ ദിവസവും 50-ലധികം പേർ മരിക്കുന്നു എന്നതിന്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥികളുടെ പ്രവാഹം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും അവശേഷിക്കുന്ന പാർപ്പിട സംശയങ്ങൾ വരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ കരയാക്രമണം, വ്യോമാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവരുടെ എണ്ണം അവിടെ കൂടി വരുന്നു. ആ സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോഴും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നതാണ് ഇസ്രയേൽ സൈന്യം സ്വീകരിക്കുന്ന നിലപാട്, ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്ന നിലപാട്, സ്മോട്രിച്ച് ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ സ്വീകരിക്കുന്ന നിലപാട് എന്നത് നമ്മൾ കാണണം. അങ്ങനെ വലിയ രീതിയിലുള്ള വെല്ലുവിളി തുടരുന്നു. എന്തായാലും യുദ്ധപ്രഖ്യാപനം എന്ന് തന്നെ പറയാം. അതും ലോകരാഷ്ട്രങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് നെതന്യാഹു ഇന്ന് നടത്തിയത്.
ഇന്നലെ മാത്രം നടന്ന ആക്രമണം അത് 46 പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു ഇസ്രയേലിൽ എന്നതാണ് മനസ്സിലാകുന്നത്. 46 ജീവനുകൾ കവർന്ന ആക്രമണം ഇന്നലെ മാത്രം ആ ഭൂമിയിൽ നടന്നിരിക്കുകയാണ്. അതിൽ 19 സ്ത്രീകൾ ഉൾപ്പെടുന്നു. ഈ കൊല്ലപ്പെടുന്നവരിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം കൂടുതലാണ്. അത്രമാത്രം നരഹത്യ അവിടെ നടക്കുകയാണ്. ആകെ മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 66,000 കടന്നിരിക്കുന്നു. 66,000 അടുക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് വേണം മനസ്സിലാക്കണം. അപ്പോൾ ഈ 2 വർഷമായി തുടരുന്ന ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണമാണ് 65,000. അതിൽ പട്ടിണി മരണങ്ങളും നിരവധിയുണ്ട്. കൊല്ലപ്പെട്ടവരിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ ലോകം കണ്ടു നിൽക്കാൻ വയ്യാതെയാണ് ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ചെറുതായെങ്കിലും അവരുടെ പ്രതികരണം നടത്തുന്നത്. പലസ്തീൻ രാഷ്ട്രം എന്നത് അംഗീകരിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങൾ തന്നെ രംഗത്ത് വരുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. 4.5 ലക്ഷത്തോളം പലസ്തീൻകാർ ഇതിനോടകം തന്നെ ഗാസ വിട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 6 ലക്ഷത്തിലേറെ പേർ യുദ്ധഭൂമിയിൽ തുടരുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അവിടെ ആക്രമണം ശക്തമാക്കുന്നത്, അവരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ നടക്കുന്നത്. യുദ്ധം നിർത്തി ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ ആയിരക്കണക്കിന് ഇസ്രയേലി പൗരന്മാർ പ്രകടനം നടത്തുന്ന സാഹചര്യവും കൂടി ഉണ്ടാകുന്നു. ഇസ്രയേൽ ലോകത്തിന് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾ അത് ബന്ദികളുടെ മോചനം അസാധ്യമാക്കുമോ എന്ന തരത്തിലുള്ള ഭീഷണി അവരുടെ ബന്ധുക്കൾക്കുൾപ്പെടെ ഉയരുന്നു. ഇസ്രയേലിനുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലും ഈ പലസ്തീനെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളോടും അവർക്ക് പറയാനുള്ളത്, നിങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചാൽ ബന്ദികളുടെ മോചനം വൈകുമോ എന്ന ഒരു സാഹചര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. ബന്ദികളുടെ അവരുടെ അടുത്തുള്ളവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ്. അങ്ങനെ ഇസ്രയേലിനുള്ളിൽ തന്നെ നെതന്യാഹുവിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നു. I have a clear message for those leaders who recognize a Palestinian state after the horrific massacre on October 7th. You are giving a huge reward to terrorism. And I have another message for you. It will not happen. A Palestinian state will not be established west of the Jordan River. For years, I prevented the establishment of this terrorist state, despite tremendous pressure both domestically and internationally. We did this with determination, and we did it with diplomatic wisdom. Moreover, we doubled Jewish settlement in Judea and Samaria, and we will continue on this path. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ലോകത്തോട് പറയാനുള്ളത്. ആഭ്യന്തരമായും പുറമേ നിന്നുമുള്ള എല്ലാത്തരം എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് താൻ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ദികളുടെ മോചനം അതിന്റെ ആ ലക്ഷ്യങ്ങളെ തകർക്കുന്നതാണ് ഇപ്പോഴത്തെ നീക്കം എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രക്ഷോഭ രംഗത്തുള്ള ആളുകൾക്ക്, ആയിരക്കണക്കിന് ഇസ്രയേൽ പൗരന്മാർക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് താൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവരെ ഉന്മൂലനം ചെയ്യും വരെ അത് തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നതാണ് പറയുന്നത്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്നൊരു രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തിരിക്കുന്നത്. വംശഹത്യയാണ് പലസ്തീനിൽ നടക്കുന്നത് എന്ന് പറഞ്ഞത് UN ആണ്. അത് ശരിവെക്കും വിധം, അത് ഒരു മറയുമില്ലാതെ തുറന്ന് സമ്മതിക്കും വിധമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓരോ പ്രതികരണവും ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത്തരം പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യം ഇങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് പോലും ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ഇസ്രയേലിന്റെ ഈ പടപ്പുറപ്പാടാണ് ഇപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളെ അതിനെതിരെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിൽ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ രാഷ്ട്രങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. പോർച്ചുഗലിലും മറ്റും ഒക്കെ വരും ദിവസങ്ങളിൽ UN നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ അവരുടെ നിലപാട് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. മറ്റ് കൂടുതൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രംഗത്ത് വരും, 10ഓളം രാഷ്ട്രങ്ങൾ രംഗത്ത് വരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രവുമല്ല, സൗദിയും ഫ്രാൻസും ചേർന്നുകൊണ്ട് അവിടെ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നിലയിലുള്ള പ്രമേയം പാസാക്കാനുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുക കൂടി ചെയ്തിരിക്കുന്ന ഒരു ഘട്ടമാണ്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് കടുപ്പിക്കൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ പ്രമേയം വരാനിരിക്കുന്നു. മാത്രവുമല്ല, ഈ രീതിയിൽ വെല്ലുവിളി തുടരുന്ന സാഹചര്യം നയതന്ത്ര തലത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നാണ് കരുതപ്പെടുന്നത്. കാരണം നമുക്കറിയാം, ഇസ്രയേലിന് പിന്തുണ നൽകി ഒപ്പമുള്ളത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെയാണ് യൂറോപ്യൻ
യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്. അത് ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെയൊക്കെ പല വിധത്തിൽ ബാധിക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് കരുതുന്നത്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അത് പല പ്രതിസന്ധികളിലേക്കും നയിക്കും. നമുക്കറിയാം, സൗദി ഇപ്പോൾ പാകിസ്ഥാനുമായി കൈകോർത്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇസ്രയേലിൽ നിന്നുള്ള ഭീഷണി നേരിടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സൈനിക പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് സൗദി ആ ഒരു നീക്കം നടക്കുന്നു. അറബ് രാഷ്ട്രങ്ങൾ ഖത്തറിലെ ഇസ്രയേലിന്റെ ആക്രമണത്തോടുകൂടി യോജിച്ചു നിൽക്കാനും അത് ഒരുമിച്ച് നേരിടാനുമുള്ള തീരുമാനം എടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള നയതന്ത്ര പ്രതിസന്ധികളും മറ്റ് ഏകീകരണങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്നു ഈ സാഹചര്യം. അത് കൂടുതൽ ശക്തമാക്കാനായിരിക്കും, ഇങ്ങനെയുള്ള പ്രതിസന്ധി കൂടുതൽ ശക്തമാക്കാനായിരിക്കും ഈ സാഹചര്യം ഇനി ഉതകുക എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും താൻ തിരിച്ചെത്തിയിട്ട് മറ്റ് മറുപടി എന്നതാണ് ഇസ്രയേൽ സൂചിപ്പിക്കുന്നത്. അത് എല്ലാവർക്കുമുള്ള ഒരു സന്ദേശം കൂടിയാണ്. ഇസ്രയേൽ ഈ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇസ്രയേലിന് വേണ്ട സൈനികമായ സഹായമൊക്കെ ചെയ്തുകൊണ്ട് അമേരിക്ക തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. അപ്പോൾ ഇതൊരു തരത്തിലും തങ്ങൾ പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. ഈ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. H1B വിസ സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായിരുന്നത്. ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാകാൻ പോകുന്നത്? ഇനി ഓരോ വർഷവും ഇത്രയും അധികം പണം ചെലവഴിക്കേണ്ടി വരുമോ? അങ്ങനെ തുടങ്ങി $1,00,000 എന്ന ആ സാമ്പത്തിക ബാധ്യത അത് എങ്ങനെയൊക്കെ ഇടുത്തിയായി ഭവിക്കും എന്നത് വലിയ ആശങ്കയാണെങ്കിൽ അമേരിക്ക അതിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. നിലവിലുള്ളവരെ ബാധിക്കില്ല ഈ H1B വിസ ഫീസ് ഉയർത്തിയ നടപടി എന്നത് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഇനി പുതുതായി വിസ എടുക്കുന്നവരെ മാത്രമേ ഇത് ബാധിക്കൂ. വാർഷികമല്ല, ഒറ്റത്തവണയാണ് ഈ തുക അടയ്ക്കേണ്ടി വരിക. $1,00,000 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 88 ലക്ഷം രൂപ ഇന്ത്യൻ മണിയാണ് ഈ ഫീസ് പുതുക്കലിന് ആവശ്യമായി വരുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു ഫീസ് വർധന അത് ഇന്ത്യൻ ടെക്കികളെ വലിയ രീതിയിൽ ബാധിക്കും എന്ന ആശങ്ക ശക്തമായിരുന്നു. വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു. ഒഴിവിൽ നാട്ടിലൊക്കെ വന്നവർ അവരുടെ കമ്പനികൾ തിരിച്ചു വിളിച്ചതിനെ തുടർന്ന് മറ്റ് പരിപാടികളൊക്കെ റദ്ദാക്കിക്കൊണ്ടാണ് അമേരിക്കയിൽ തിരിച്ചെത്തുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. എന്തായാലും ഈ വ്യക്തത എന്താണ് H1B വിസ പുതുക്കിയ ഫീസ് എന്നത് സംബന്ധിച്ച് വ്യക്തത അമേരിക്ക വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ആശങ്കകൾ ഒഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. കാരണം ഈ ഉയർന്ന ഫീസ് ഈടാക്കുന്നത് ഒറ്റത്തവണയാണ് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യൻ ടെക്കികളുടേതുൾപ്പെടെയുള്ള സാധ്യതകളെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു ഭീഷണിയായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ട്രംപിന്റെ തീരുവ യുദ്ധത്തിന് ശേഷം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന അതിലും മൂർച്ചയേറിയ ആയുധമാണ് ഇന്ത്യക്ക് മേൽ H1B വിസ ഫീസ് എന്ന് തന്നെ പറയാം. കാരണം ഈ H1B വിസ ഉപയോഗപ്പെടുത്തുന്നവരിൽ 71% ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് 2024 കണക്ക് നോക്കിയാൽ 71% പേരും ഈ വിസ ഉപയോഗപ്പെടുത്തി അവിടെ ജോലി ചെയ്യുന്ന, അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മനുഷ്യരെന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അത് 71% വരും. അപ്പോൾ അതിന്റെ ആശങ്ക മുഴുവൻ ഇന്ത്യൻ ടെക്കികളെയാണ് ബാധിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിത മേഖലയിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരായ തൊഴിലാളികളെയാണ് ബാധിക്കുന്നത്. ആ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലും എന്നതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. സെപ്റ്റംബർ 21 മുൻപ് സമർപ്പിച്ച അപേക്ഷകൾക്കും $1,00,000 ഈടാക്കില്ല എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുതായി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഫീസ് ഇനി മുതൽ ഒടുക്കേണ്ടി വരിക എന്നതൊക്കെയുള്ള വ്യക്തതയാണ് വന്നിരിക്കുന്നത്. ടെക് രംഗത്തെയാണ് ഇത് പിടിച്ചുലയ്ക്കുന്നത്. നമ്മളുടെ ഓഹരി വിപണിയിൽ ഉൾപ്പെടെ അതിൻ്റെ ചാഞ്ചാട്ടങ്ങൾ ഇന്നത്തെ ദിവസം വളരെ വ്യക്തമായി തന്നെ അനുഭവിച്ചതുമാണ്. 2024 3,99,395 H1B വിസകളാണ് അനുവദിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ 71% ഇന്ത്യക്കാർക്ക് വേണ്ടിയായിരുന്നു നൽകിയിരുന്നത് എന്നതൊരു സാഹചര്യമാണ്. ഇപ്പോൾ H1B വിസ പുതുക്കാൻ സാധിക്കും എന്നതാണ് വ്യവസ്ഥ എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഗ്രീൻ കാർഡിന് വേണ്ടി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ വർഷങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുതിയ ജോലിക്കാരെ കൊണ്ടുപോകുന്നതിലും കുറവ് വരുത്തും. കാരണം നമുക്കറിയാം, ഈ വിസ പുതുക്കാനുള്ള തുക ഒരു $1,00,000 എന്നതാണ്. അപ്പോൾ $80 ലക്ഷം ഒരു ജീവനക്കാരനെ ഒരു കമ്പനി എടുക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് ആ കമ്പനിക്ക് $1,00,000 അധികം ചെലവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ
$180,000 അവർ ചെലവാക്കേണ്ടി വരുന്നു. ഒരു ഇന്ത്യൻ വിദഗ്ധനായ സാങ്കേതിക വിദഗ്ധനായ ഒരു തൊഴിലാളിയെ അവരുടെ കമ്പനിയിൽ എടുക്കണമെങ്കിൽ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ അവർക്ക് 1,20,000 അല്ലെങ്കിൽ 1,00,000 രൂപയോ ചെലവിൽ തദ്ദേശീയനായ ഒരു വിദഗ്ധനെ ആ ജോലിയിൽ നിയമിക്കാൻ അവർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ഇന്ത്യക്കാരുടെ അവസരങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് പ്രധാനമായും ഈ സാഹചര്യം വഴിവെക്കുക എന്നതാണ് ഇന്ത്യൻ ടെക്കുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയായി നിൽക്കുന്നത്. ഈ ആമസോണും മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട ടെക് കമ്പനികളാണ് ജീവനക്കാരോട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ ആവശ്യപ്പെട്ടിരുന്നത്. അത് വലിയ ആശങ്കയുടെ സാഹചര്യമാണ് സൃഷ്ടിച്ചിരുന്നതെങ്കിലും അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ആ ആശങ്കകൾ കുറയുന്നില്ല. പുതുതായി അവിടേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്നവർ, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നവരുടെയൊക്കെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യും വിധം ഈ ഭീഷണി ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇതിൽ ശക്തമായ ഒരു പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. H-1B വിസ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ പഠിക്കുന്നു എന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ നടപടി എങ്ങനെ നമ്മളെ ബാധിക്കും എന്നത് പഠിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. കണ്ടുപിടുത്തങ്ങളിലും സർഗാത്മകതയിലും ഇന്ത്യയിലെയും US-ലെയും വ്യവസായങ്ങൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. അതിനാൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും മികച്ച മാർഗം കണ്ടെത്താൻ ഇരുകൂട്ടരും ചർച്ച നടത്തുമെന്ന് ഇന്ത്യ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. US നടപടി കുടുംബങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം മാനുഷികപരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ ബുദ്ധിമുട്ടുകൾക്ക് US അധികൃതർ പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു പ്രതീക്ഷയോടുകൂടി കാണുന്നു, അത് പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ്. അതേസമയം അതിലുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്യുന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആ കുറിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇന്ത്യക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും പണിയാകും ട്രംപിന്റെ ഈ ഇപ്പോഴത്തെ നീക്കം എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്കറിയാം, താരിഫ് ഉയർത്തിക്കൊണ്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് നടത്തിയത്. അതിൽ നിന്ന് പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ പിന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അവർ തന്നെ ചർച്ചയ്ക്ക് മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഈ തീരുമാനം തങ്ങൾക്കുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. പീയൂഷ് ഗോയൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോവുകയാണ്. നാളെ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വലിയ ഭീഷണിയായി തീരുവ, ഏറ്റവും ഉയർന്ന തീരുവ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇന്ത്യ വളരെ പക്വമായാണ് അതിനോട് പ്രതികരിച്ചത്. അമിത ആശങ്കകൾ പ്രകടിപ്പിച്ചില്ല. ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സമാനമാണ് H-1B വിസ. അത് നമ്മളെ വലിയ രീതിയിൽ, ഒരുപക്ഷെ തിരുവേക്കാൾ കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ പക്വമായി തന്നെയാണ് വിഷയത്തോടും ഇന്ത്യ പ്രതികരിക്കുന്നത്. ഇതിൽ ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ എന്ന് പറയുമ്പോൾ പോലും അമേരിക്കയ്ക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും എന്നത് തന്നെയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് മോദിയുടെ മുദ്രാവാക്യം. അവിടെ തദ്ദേശീയരായവർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരം തീരുമാനങ്ങളിലൂടെ, ട്രംപിന്റെ മുദ്രാവാക്യം. ട്രംപ് ഉദ്ദേശിക്കുന്നതും അവിടെ തദ്ദേശീയരായവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം നിലപാടുകൾക്കൊക്കെ ട്രംപ് ന്യായീകരണം കണ്ടെത്തുന്നത്. പക്ഷേ അങ്ങനെ ഉള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെങ്കിൽ പോലും മറ്റു ചില വെല്ലുവിളികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കാരണം തദ്ദേശീയമായിട്ടുള്ള അവസരങ്ങൾ ഒരുപക്ഷെ സാങ്കേതികമായി വിദഗ്ധരെ ആവശ്യമുള്ള ഇടങ്ങളിൽ തദ്ദേശീയമായിട്ടുള്ള ലഭ്യമായിട്ടുള്ള വിദഗ്ധരെ കൊണ്ട് അത് മറികടക്കാൻ കഴിയാത്ത സാഹചര്യം കമ്പനികളെ സംബന്ധിച്ച് സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇന്ത്യയുടെ ഈ സാഹചര്യങ്ങൾ, ഇന്ത്യൻ ടെക് മേഖലയിൽ നിന്നുള്ള അതിവിദഗ്ധരായ തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്നത് അമേരിക്കയിലെ തന്നെ കമ്പനികൾക്ക് അവരുടെ മുന്നോട്ട് പോക്കിന് അടിയന്തരമായി അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടിവരുന്ന സാഹചര്യം ആകും. ഈ സാഹചര്യത്തിൽ അവർക്ക് മറ്റോപ്ഷനുകൾ ഇല്ലാണ്ടാകും. അപ്പോൾ അമിതമായ ഈ ഫീസ് നൽകി അവർക്ക് ഇന്ത്യയിലെ വിദഗ്ധരായ ജീവനക്കാരെ കൊണ്ടുവരിക എന്നത് അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായി ഈ തീരുമാനത്തിനെതിരെ അവിടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ കമ്പനികൾ ചൂണ്ടിക്കാട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ കുറയും. അവിടെ വിദേശത്ത് പഠനം എന്നത് ലക്ഷ്യമാക്കി പോകുന്നവർ പഠനശേഷം അവിടെ ജോലി എന്നതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ അവിടുത്തെ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത്. അവിടെ തുടരാനോ ജോലി ചെയ്യാനോ ഉള്ള സാധ്യതകൾ ഇല്ല എന്ന് വന്നാൽ അവിടെ എത്തുന്ന
വിദ്യാർത്ഥികളുടെ എണ്ണം കുറയും. അത് സർവകലാശാലകളുടെ വരുമാനത്തെ ബാധിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ സർവകലാശാലകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വിദഗ്ധരുടെ അഭാവമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അത് അത്തരം വിദഗ്ധരെ കിട്ടാനില്ല എങ്കിൽ അവർക്ക് എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് അവരുടെ സേവനം നേടേണ്ടി വരും. മാത്രവുമല്ല, ട്രംപ് ഇത്തരത്തിൽ പുനരാലോചനയില്ലാണ്ട് അല്ലെങ്കിൽ കൂടിയാലോചനകൾ ഇല്ലാണ്ട് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ, അതിനെതിരെ ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന് ഇതിനൊക്കെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള നിയമ പോരാട്ടങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. താരിഫ് വിഷയവുമായി ബന്ധപ്പെട്ടും കോടതികളിൽ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കീഴ്ക്കോടതിയിൽ ട്രംപിന് വലിയ രീതിയിൽ തിരിച്ചടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. താരിഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണവും അമേരിക്കയിലെ ഫെഡറൽ കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെയുള്ള നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ട്രംപിന് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടോ എന്ന കാര്യം ഇതിനോടകം തന്നെ രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവും കോടതി കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രവുമല്ല, തീരുവ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ സാധ്യമായ മറ്റു രാഷ്ട്രങ്ങളുമായി കൈകോർക്കാനും ശ്രമം നടത്തിയത് നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് പോകുന്നു, അവിടെ ചില നിർണായക കരാറുകൾ ഒപ്പിടുന്നു. അതിനുശേഷം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. റഷ്യ, ചൈന, ഇന്ത്യ പ്രത്യേകമായ ഒരു സൗഹൃദം ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഈ പ്രതിസന്ധികൾ മറികടക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സമാനമായ നിലയിൽ ഈ സാഹചര്യങ്ങളും ആ രീതിയിൽ തന്നെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അവസരം മുതലെടുക്കാൻ ചൈന രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയാണ്. അവർ ഒരു കെ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ അടുത്ത മാസം മുതൽ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒക്ടോബർ 1 മുതൽ നിലവിൽ വരുന്ന ഈ വിസ അത് വിദഗ്ധരായ തൊഴിലാളികളെ അവരുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. അമേരിക്കയുടെ H-1B വിസയ്ക്ക് തത്തുല്യമായ തരത്തിലുള്ള വിസയാണ് ചൈന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈ സാഹചര്യം മുതലെടുക്കാനുള്ള ചൈനയുടെ നീക്കമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ചൈനയുടെ പ്രീമിയർ ലീ ക്വിയാങ് ആണ് പുതിയ വിസ സംവിധാനം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. ഒക്ടോബർ 1 മുതൽ പുതിയ വിസ നിലവിൽ വരും എന്നതാണ് അറിയുന്നത്. നിലവിലുള്ള ഓർഡിനറി വിസയേക്കാളും മെച്ചമുള്ളതാണ് കെ വിസ. രാജ്യത്തേക്കുള്ള പ്രവേശനം, ഒപ്പം തന്നെ വാലിഡിറ്റി, താമസത്തിന്റെ ദൈർഘ്യം എന്നിവയെല്ലാം കെ വിസയിൽ ചൈനീസ് സർക്കാർ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. കെ വിസയിൽ ചൈനയിലെത്തുന്നവർ വിദ്യാഭ്യാസവും സംസ്കാരം, സയൻസ്, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെല്ലാം പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവർക്ക് സൃഷ്ടിക്കപ്പെടും. രാജ്യത്ത് യുവപ്രതിഭകളുടെ സേവനം ആവശ്യമുണ്ട് ചൈനയെ സംബന്ധിച്ച്. അപ്പോൾ അതിനുവേണ്ടി ഈ അവസരം പ്രയോജനപ്പെടുത്തുക, കൂടുതൽ വിദഗ്ധരായ ആളുകളെ ആകർഷിക്കുക എന്നതാണ് ചൈന ലക്ഷ്യമിടുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തും. അപ്പോൾ ഇതാണ് സാഹചര്യമെങ്കിൽ എന്താണ് അമേരിക്ക ഉയർത്തുന്ന തീരുവയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഉയർത്തുന്ന H-1B വിസ? ഇത് കാലാകാലങ്ങളിൽ H-1B വിസയുമായി ബന്ധപ്പെട്ട് പല വെല്ലുവിളികളും ഉയർത്തിയിട്ടുണ്ട്. എന്താണ് ഇതിനുള്ളൊരു പരിഹാരം എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ശാശ്വതമായ പരിഹാരം എന്നത് ഇന്ത്യ സ്വയം പര്യാപ്തമാവുക എന്നതാണ്. US തീരുമാനത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ പറഞ്ഞത്, നമുക്ക് അങ്ങനെ പ്രഖ്യാപിത ശത്രുക്കളൊന്നുമില്ല. നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഈ ആശ്രയത്വമാണ്. നമ്മൾ സ്വയം പര്യാപ്തരായാൽ നമ്മളുടെ പ്രശ്നങ്ങൾ പകുതി തീർന്നു അല്ലെങ്കിൽ പൂർണ്ണമായും കഴിഞ്ഞു എന്നതാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അത് ട്രംപ് ഉയർത്തുന്ന ഈ ഭീഷണിക്കുള്ള ഒരു പരോക്ഷ മറുപടിയായി തന്നെ നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തരാവുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്ന പരിഹാരം. അതിനപ്പുറം നമുക്ക് ഇപ്പോൾ തിരിച്ചു വരുന്ന ജീവനക്കാരെ സംബന്ധിച്ച് അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാം. അവർക്ക് ഇവിടെ കൂടുതൽ തൊഴിൽ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടാക്കാം. ഒപ്പം തന്നെ മറ്റു രാഷ്ട്രങ്ങൾ, അത് മറ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളായിട്ടായാലും യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായിട്ടും ആയാലും ഒക്കെയുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിൽ സാധ്യതകൾ അവിടെ തേടാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും പരിശോധിക്കാം. അതിന് പുതിയ കരാറുകളും മറ്റുമൊക്കെ സാധ്യമാവുമെങ്കിൽ ആ രീതിയിലൊക്കെ ചർച്ചകൾ നടത്താം. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നപരിഹാരം. പക്ഷേ
ശാശ്വതമായ പരിഹാരം എന്നത് പറയുന്നത് സ്വയം പര്യാപ്തതയാണ്. പ്രധാനമന്ത്രി തന്നെ അത് സൂചിപ്പിച്ചതാണ്. അതിലേക്കാകണം, ആ സ്വാശ്രയത്വത്തിലേക്കാകണം നമ്മളുടെ പോക്ക് എന്നത് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതാണ്. അതാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ ട്രംപിനെ പോലെയുള്ളവർ ഉയർത്തുന്ന ഈ ഭീഷണിക്കുള്ള യഥാർത്ഥ പരിഹാരം. നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളെ കണ്ട് അല്ലെങ്കിൽ അവരുടെ തോളിലേറിയല്ല സഞ്ചരിക്കേണ്ടത്. നമുക്ക് നമ്മളുടേതായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം. നമുക്ക് ആശ്രയത്വമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണമെന്നതാണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള പരിഹാരം. മറ്റ് ശാശ്വതമല്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് നമ്മുടെ സർക്കാർ ഉടൻ തന്നെ കടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് മറ്റു രാഷ്ട്രങ്ങളുമായി ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുകയും നമ്മളുടെ മൈഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിക്കായി പുറം രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്നവർക്ക് അവിടെ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നതാണ്. അതിനൊപ്പം തന്നെ നമ്മൾ സ്വയം പര്യാപ്തരാകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാരം. ഇടവേളയ്ക്ക് ശേഷം ഫോക്കസ് 3യിലേക്ക് എത്താം. പാകിസ്ഥാനിന്റെ ഭൂപ്രദേശത്ത് പാകിസ്ഥാൻ തന്നെ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പഖ്തൂൺ മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് ഈ രീതിയിൽ ബോംബാക്രമണങ്ങൾ ഉണ്ടായത്. പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാന്റെ മണ്ണിൽ എന്തിന് ആക്രമണം നടത്തി? ഏതാണ്ട് 40 മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സാധാരണക്കാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്ന വാർത്ത കൂടി വരികയാണ്. അപ്പോൾ സ്വന്തം മണ്ണിൽ ആക്രമണം നടത്തി പാകിസ്ഥാൻ എന്തിനാണ് സാധാരണക്കാരായ മനുഷ്യരെ കൊന്നൊടുക്കിയത് എന്ന ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഈ മേഖല എന്ന് പറയുന്നത് അഫ്ഗാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അവിടുത്തെ ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം എന്നതാണ് ഉയർന്നു വരുന്ന റിപ്പോർട്ട്. ഈ ആക്രമണം പാകിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടായത്. 6 ബോംബുകൾ വർഷിച്ചു എന്നതാണ് വരുന്ന വിവരം. ഈ ആളുകളെ അവിടുത്തെ ഭീകര പ്രവർത്തകർ അല്ലെങ്കിൽ ഭീകരവാദികൾ ാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഷീൽഡായി ഉപയോഗിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ മരിച്ചവരെല്ലാം സാധാരണക്കാർ എന്നതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളായി ഭീകരാക്രമണം തുടർക്കഥയായിരുന്നു. ഏതാണ്ട് 605 ഭീകരാക്രമണങ്ങൾ ഈ മേഖലയിൽ മാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ പാകിസ്ഥാന് വലിയ രീതിയിൽ സേനാപരമായ നാശനഷ്ടങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി വരുന്നു. 79ഓളം സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉയർത്തി വന്നിരുന്ന സ്ഥലമാണ് ഈ പഖ്തൂൺ മേഖല. അവിടെ തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ നിരന്തരം ഭീഷണിയായിരുന്ന ഭീകരാക്രമണം നടന്നുകൊണ്ടിരുന്ന മേഖല ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. അതിനിടയിലൊക്കെ മനുഷ്യർ പെട്ടുപോയിട്ടുണ്ട്. ആ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറ്റി അവരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ 40 എന്ന് നമ്മൾ ഇപ്പോൾ അറിയുന്ന ഈ മരണസംഖ്യ ഉയരും എന്നാണ് കരുതുന്നത്. അപ്പോൾ 6 ബോംബുകൾ വർഷിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ 6 ബോംബുകൾ വർഷിക്കുകയായിരുന്നു എന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6 ബോംബുകൾ വർഷിച്ചു. യുദ്ധവിമാനങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആക്രമണം എന്നതാണ് പുറത്തുവരുന്ന വിവരം. നിരവധി പേർക്ക് ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട്, പറയപ്പെടുന്നു. കാരണം ഈ അവശിഷ്ടങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ മനുഷ്യർ കുടുങ്ങിക്കിടപ്പുണ്ട്. വലിയ ജനവാസ മേഖലയാണ് അത്. സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നവരാണ് ഈ ആക്രമണത്തിൽ ഇരയായിരിക്കുന്നത് എന്നതാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. മൃതദേഹം കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രവിശ്യയാണ് ഇത്. ഈ വർഷം
മാത്രമാണ് അവിടെ 605 ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 79 പാകിസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വിവരം. അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി നടന്ന പ്രത്യാക്രമണം ആണ്. പാകിസ്ഥാൻ മണ്ണിൽ തന്നെ പാകിസ്ഥാന് ഭീകരർക്കെതിരെ പോരാടേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ വിവരിക്കുന്നത്. 2014 വരെ കൂടുതൽ താഴ്വരകൾ TTP കൈവശം വെച്ചിരുന്നു. താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന ഈ താഴ്വര ഏതാണ്ട് കൈവശം വെച്ചിരിക്കുകയായിരുന്നു 2014 വരെ പൂർണ്ണമായി എന്ന് പറയാം. അതിനുശേഷം പക്ഷേ സൈനിക നടപടികളിലൂടെ അവിടെ അല്പം സ്ഥലങ്ങളൊക്കെ തിരിച്ചുപിടിക്കാൻ പാകിസ്ഥാനെ സംബന്ധിച്ചായി, അവിടുത്തെ നിയന്ത്രണം കുറച്ചൊക്കെ തിരിച്ചുപിടിക്കാനായി. പക്ഷേ കാബൂളിൽ 2021 അഫ്ഗാൻ താലിബാൻ അധികാരത്തിലെത്തിയത് മുതൽ TTPയും അവരുടെ ശൃംഖല അവിടെ ആ താഴ്വരയിൽ വ്യാപിപ്പിച്ചു വരികയായിരുന്നു. ആക്രമണങ്ങൾ അങ്ങനെ തുടർക്കഥയായി. പാകിസ്ഥാൻ ഇതിനെതിരെ പലതവണ രംഗത്ത് വന്നതാണ്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ അഫ്ഗാൻ താലിബാൻ നിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും TTPയുടെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഈ ആക്രമണത്തിനെതിരെ ഉയരുകയാണ്. ഇമ്രാൻഖാന്റെ PTI വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് നമുക്ക് കാണാം. അത് 25 കുഞ്ഞുങ്ങളെയാണ് കൊന്നു തള്ളിയിരിക്കുന്നത്. എന്തിൻ്റെ പേരിലായാലും ഈ ആക്രമണങ്ങൾ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്നതാണ് PTI ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടത്തുന്ന പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്തൂൺ മേഖലയിൽ ഈ ആക്രമണം നടത്തിയതെങ്കിൽ പോലും സിവിലിയൻസ് അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്ന സാഹചര്യം. പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇതിനെതിരെ രംഗത്തു വരുന്ന സാഹചര്യമുണ്ടായി. വലിയ നടുക്കം രേഖപ്പെടുത്തി ഈ ആക്രമണത്തിൽ. മാത്രവുമല്ല, ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം കൂടി മനുഷ്യാവകാശ കമ്മീഷൻ പാകിസ്ഥാൻ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അത് ഇന്ത്യയുടെ മണ്ണിൽ കടന്ന് ഇന്ത്യയുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ 26 മനുഷ്യരെ തോക്കിൻ മുനയിൽ നിർത്തിയ, അല്ലെങ്കിൽ തോക്കുകൊണ്ട് അവരുടെ ജീവൻ ഇല്ലാണ്ടാക്കിയ ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരാക്രമണത്തിനെതിരായ മറുപടിയായി ഇന്ത്യ നൽകുമ്പോൾ പോലും പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യരെ ലക്ഷ്യമിടാതായിരുന്നു ഇന്ത്യ ആ ഓപ്പറേഷൻ നടത്തിയത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബലാക്കോട്ടിലെ അതുൾപ്പെടെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ നടത്തുന്നത്. അത് നടത്തിയ സമയം എന്തുകൊണ്ടാണ് ആ സമയം തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ സൈനിക മേധാവിമാർ പറഞ്ഞ കാര്യം, പുലർച്ചെ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്കായും മറ്റുമൊക്കെ ഉണരുന്ന സാധാരണക്കാരായ മനുഷ്യർ ഒരു പക്ഷേ അതിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് ആ അർദ്ധരാത്രി എന്ന സമയം ആ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് എന്നതാണ് ഉന്നത തലങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത്. ഓപ്പറേഷന് ശേഷം ഇന്ത്യ കാണിച്ച ആ കരുതൽ പോലും സ്വന്തം മനുഷ്യരുടെ മുന്നിൽ പാകിസ്ഥാൻ കാണിച്ചില്ല എന്നത് വേണം പക്തൂൺ മേഖലയിലെ ഇന്നത്തെ അവരുടെ സൈനിക ഓപ്പറേഷൻ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. സാധാരണക്കാരുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാതെയാണ് തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഈ ആക്രമണം പാകിസ്ഥാന്റെ തന്നെ മണ്ണിൽ പാക് വ്യോമസേന നടത്തിയിരിക്കുന്നത്. 40ഓളം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നതിന്റെ വിവരങ്ങൾ വരുന്നു. അതിൽ മരിച്ചതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. 25ഓളം കുട്ടികൾ മരിച്ചു എന്ന വിവരമാണ് വരുന്നത്. ആഭ്യന്തരമായി തന്നെ പാകിസ്ഥാനിൽ ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ സ്വന്തം മനുഷ്യരെ എന്തിനു കുരുതി കൊടുത്തു എന്ന് മറുപടി പറയേണ്ടി വരും പാക് സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് എത്താം. തരുന്ന GST ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു തുടങ്ങി. നമുക്കറിയാം, ഓരോ സാധാരണക്കാരനും വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഇളവുകൾ നോക്കിക്കണ്ടത്. എന്തായാലും അതിന്ന് പ്രാബല്യത്തിൽ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾ, ജീവൻ രക്ഷാ മരുന്നുകൾ, അതിനൊക്കെ വില കുറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നതാണ് ഈ ഇളവുകൾ കൊണ്ടുണ്ടാകാൻ പോകുന്നത്. പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ സമ്പാദ്യത്തിന്റെ ദിവസങ്ങളാണ്. ഈ ചെലവാകുന്ന തുക കുറയുമ്പോൾ അത് സമ്പാദ്യമാക്കി മാറ്റാനുള്ള അവസരം സാധാരണക്കാരന് സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട GSTയുടെ ഇളവുകൾ ഇന്ന് നടപ്പായി തുടങ്ങിയെങ്കിലും അത് വിപണിയിൽ അത്ര കണ്ട് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങളൊക്കെ പൂർണ്ണമായും പൂർത്തീകരിച്ചുകൊണ്ട് അത് നിലവിൽ വരാൻ ആ ആശ്വാസം സാധാരണക്കാരിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ അവശ്യ വസ്തുക്കൾക്കൊക്കെ വില കുറയുമ്പോൾ തന്നെ ആഡംബര വാഹനങ്ങൾക്കും മറ്റും
വില കൂടുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെടും. ഒപ്പം തന്നെ ലോട്ടറിയുടെ നികുതിയിലും വർധന വരുന്നുണ്ട്. പക്ഷേ അത് സാധാരണക്കാരെ അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്നവരെ ബാധിക്കാത്ത തരത്തിലുള്ള ക്രമീകരണം ഉണ്ടാക്കുമെന്നതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. സാധാരണക്കാർക്ക് ആശ്വാസമാകും എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനൊരു ആശങ്കയുള്ളത് അത് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ ബാധിക്കുമോ എന്നതാണ്. സംസ്ഥാനത്തിന് നമുക്കറിയാം ഇപ്പോൾ തന്നെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം വീണ്ടും കുറയുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അപ്പോൾ അത്തരമൊരു ആശങ്ക ഇന്ന് ധനമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. മാത്രവുമല്ല അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് ഈ നികുതി കുറച്ചതിൻ്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കണം എന്നതാണ്. അത് അങ്ങനെ അല്ലാണ്ട് സംഭവിക്കുമോ എന്നൊരു ആശങ്ക കൂടി ധനമന്ത്രി ഇന്ന് എന്തായാലും പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച് അവശ്യ സാധനങ്ങൾക്ക് വില കുറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നത് വലിയ ആശ്വാസമാണ്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയുന്നു എന്നത് ആശ്വാസകരമാണ്. എന്തായാലും പുതുക്കിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നത് വലിയ അവകാശവാദമായാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി എന്നതാണ് അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് അവകാശപ്പെട്ടത്. സ്വദേശിവൽക്കരണ സന്ദേശം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായി സംവദിച്ചുകൊണ്ട് സംസാരിച്ചത്. GST നിരക്കിലെ മാറ്റം നേരിട്ടറിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ എത്തി. ചെറുകിട കച്ചവടക്കാരുമായും വ്യാപാരികളുമായും ഒക്കെ മോദി സംവദിക്കുകയും ചെയ്തു. നിരക്ക് മാറ്റം ആഴത്തിലുള്ള മുറിവൊട്ടിച്ച ബാൻഡെയ്ഡ് മാത്രമാണ് എന്നതാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ ഇതൊരു നേട്ടമാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ ശ്രമിക്കുന്നത് ജനങ്ങളുമായി സംവദിക്കാനും ശ്രമിച്ചുകൊണ്ടാണ്. ഇതിന്റെ നേട്ടം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. GST बचत उत्सव की शुरुआत हुई है। त्योहारों के इस मौसम में जनता जनार्दन को ये डबल बोनांजा मिला है। और तीसरी वजह है आज के इस पावन दिन अरुणाचल में विकास के ये ढेर सारे नए प्रोजेक्ट्स. അപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ അവകാശപ്പെടുമ്പോൾ കോൺഗ്രസ് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴത്തിലുള്ള മുറിവിന്റെ മേൽ ഒരു ബാൻഡേഡ് ഒട്ടിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നതാണ്. മാത്രവുമല്ല ഇത്രയും നാൾ ഉയർന്ന നികുതി ഈടാക്കി ജനങ്ങളെ പിഴിഞ്ഞ സർക്കാർ അതിന് ജനങ്ങളോട് മാപ്പ് പറയണം എന്നുകൂടി പറയുന്നു. ജയറാം രമേശ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഖർഗെയാണ് ഈ രണ്ട് അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചതെങ്കിൽ ജയറാം രമേശ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പറഞ്ഞ കാര്യം ഇത് പ്രാബല്യത്തിൽ വരാൻ ജനങ്ങളിലേക്കൊക്കെ ഇതിന്റെ ആനുകൂല്യം എത്താൻ കാലതാമസമെടുക്കും. അതിലുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ജയറാം രമേശ്. मुनाफाखोरी के खिलाफ जैसा कि मैंने कहा सेक्शन 171 जो GST अधिनियम है, सेंट्रल GST अधिनियम 2017 में पारित हुआ था, एक प्रावधान है नेशनल एंटी प्रॉफिटियरिंग अथॉरिटी का. उसको तो आपने खत्म कर दिया है, उसके अधिकार तो आपने छीन लिए हैं और आपने घोषणा कर दी है कि इसका अभी इसकी कोई भूमिका नहीं रहेगी. और आप अभी सभी जो जिस पर GST लागू होता है आप उनसे ये कह रहे हैं कि जो दर में कटौती हुई है उसका फ़ायदा ग्राहकों को पहुंचना चाहिए. अच्छी बात है, पहुंचना चाहिए, दाम घटने चाहिए क्योंकि दर घटा है, दाम घटने चाहिए. पर क्या पूरी तरीके से घटेंगे? क्या मुनाफाखोरी खत्म होगा? यही तो हम कह रहे हैं. एक तरफ हम वोट चोरी के खिलाफ लड़ रहे हैं, ശരി, എന്തായാലും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർത്തുകയാണ്. ഇതുവരെ നടന്ന തട്ടിപ്പ് വിവരങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനൊക്കെ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. അപ്പോൾ BJP ഒരു ഭാഗത്ത് ഇത് വലിയ നേട്ടമായി അവതരിപ്പിക്കുകയാണ്. ഇന്ന് JP നദ്ദ ഡൽഹിയിൽ വ്യാപാരികളെ കാണാനിരിക്കുന്നു. അങ്ങനെ ഒരാഴ്ച നീളുന്ന സംവാദം തന്നെ BJP ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഈ GST ഇളവ് നിലവിൽ വരുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരിയൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന സമയത്താണ് ഈ ഇളവ് പ്രാബല്യത്തിൽ വരുന്നത് എന്നത് കൂടി നമ്മൾ ഓർക്കണം. ഡൽഹി തെരഞ്ഞെടുപ്പിന് മുൻപാണ് ആദായ നികുതി സ്ലാബിൽ ഇളവ് കൊണ്ടുവന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ പ്രതിഫലിച്ചു. സാധാരണക്കാരെ അല്ലെങ്കിൽ
മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു ആ ഇളവ്. അത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കൃത്യമായും പ്രതിഫലിച്ചു എന്നത് നമുക്ക് കാണാം. ഇപ്പോഴും ഈ ഇളവ് കൊണ്ടുവരുമ്പോഴും മധ്യവർഗത്തെയാണ് ലക്ഷ്യമിടുന്നത് BJP. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഒക്കെ വാക്കുകളിൽ ആവർത്തിച്ച് മധ്യവർഗത്തെ അഡ്രസ് ചെയ്യുന്നത് നമ്മൾക്ക് കേൾക്കാം. അപ്പോൾ തീർച്ചയായും ഇത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അത് ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് അത്തരമൊരു നീക്കം എന്നത് കാണണം. അത് പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുമാണ്. കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഉള്ള പ്രധാനപ്പെട്ട ചർച്ച അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം അത് കാപഢ്യമാണ്, കപടഭക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനം നമ്മൾ കണ്ടു. അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം പിന്നീട് അത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തെ ചൊല്ലിയായി, ഒഴിഞ്ഞ കസേരയെ ചൊല്ലിയായി അത് AI സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞുള്ള പ്രതിരോധം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് ബദലായി ഇന്ന് ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് നടത്തിയിരിക്കുകയാണ്. സംഘപരിവാർ സംഘടനകളൊക്കെ അതിന്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ രീതിയിലൊരു സംഗമം അവിടെ നടന്നിരിക്കുന്നത്. ഇന്ന് KP ശശികല അതിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ക്യാമറ എന്നിലേക്ക് വെക്കണ്ട, സദസ്സിലേക്ക് തിരിച്ചു വെക്കൂ. കാരണം ഈ പങ്കെടുത്ത ആളുകളെ ഒന്ന് ജനങ്ങൾ കാണട്ടെ, എല്ലാവരും കാണട്ടെ, ഇത് ഒരു മറുപടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് അയ്യപ്പ സംഗമത്തിന് ബദലായിരിക്കുകയാണ്, മറുപടിയായിരിക്കുകയാണ് ഈ ശബരിമല സംരക്ഷണ സംഗമം എന്നതാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ അതിന്റെ ഭക്ത സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സെഷനുകളിലായിട്ടാണ് പരിപാടി നടന്നത്. രാവിലെ നടന്ന നടന്ന പരിപാടി എന്ന് പറയുന്നത് ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ടും വിശ്വാസപരമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുവെങ്കിൽ ഇപ്പോൾ ഭക്തരുടെ സംഗമമാണ് നടക്കുന്നത്. ഭക്ത സംഗമം അണ്ണാമലയാണ്, തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ അണ്ണാമലയാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. സ്റ്റാലിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെയുള്ള വാക്കുകൾ അണ്ണാമലയുടെ ഭാഗത്തു നിന്ന് വന്നു. ഇപ്പോൾ അവിടെ ഭക്ത സംഗമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് സമസ്ത സന്യാസി സമൂഹത്തിന്റെയും ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ്. ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് രാമരാമ 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 പാഹിമാം എന്ന് ജപിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഞങ്ങളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. നല്ല ചൂടാണ്, വേർക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം ഇത് ധർമ്മസമരമാണ്. രാവണനെ വധിക്കുവാൻ അസ്ത്രം കൊടുത്ത, ആയുധം കൊടുത്ത, മന്ത്രം കൊടുത്ത അഗസ്ത്യന്റെ സംസ്കാരം അത് ഈ ഭാരതത്തിന്റെ സംസ്കാരമാണ്. അത് രാമന്റെ സംസ്കാരമാണ്. അത് ആധ്യാത്മിക പാരമ്പര്യമാണ്. ക്ഷാത്രവീര്യവും ബ്രഹ്മതേജസ്സും ഒരുമിച്ചവനാകണം സന്യാസി എന്ന് പഠിപ്പിച്ചുകൊണ്ട് യുദ്ധമെന്ന് പറയുന്നത് ധർമ്മം നിലനിൽക്കുവാൻ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണമെന്നും അത് വിജയിക്കണമെന്നും പഠിപ്പിച്ച സന്യാസി സ്വന്തം ശരീരത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ത്യാഗോജ്വലമായ ധാർമ്മികമായ നിഷ്ഠയോടുകൂടി ഈ രാജ്യത്ത് മാതൃക കാണിച്ച ആ ഏറ്റവും വലിയ സനാതന ധർമ്മത്തിന്റെ പരമ്പരയിൽ ഒരു എളിയ വ്യക്തിയായി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുവാൻ ഉള്ള അവസരം തന്നത് എന്റെ ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. ശബരിമലയിൽ പോയി 3 ദിവസം ഊണും ഉറക്കവുമില്ലാതെ ശ്രീ കുമ്മനം രാജശേഖരൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം സ്വാമിജിയോട് കൂടെ ഉണ്ടായിരുന്നു. ഊണും ഉറക്കവുമില്ലാതെ അദ്ദേഹത്തിന്റെ തലയിൽ രാത്രി 1:30 മണിക്ക് മുകളിൽ നിന്നൊരു അയ്യപ്പൻ മൂത്രം ഒഴിച്ചു. അദ്ദേഹം തന്നെ ആ കഥ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ കളഞ്ഞിട്ട് ഇതൊക്കെ പഞ്ചഭൂതമല്ലേടേ, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ അപ്പുറത്ത് പോയി ഒരു 3:30 മണിയാകുമ്പോൾ കഴുകിക്കളഞ്ഞ് ഒരു അരമണിക്കൂർ മാത്രം വിശ്രമിച്ച് വീണ്ടും അടുത്ത ദിവസം ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങി അങ്ങോട്ട് നമ്മുടെ നാടിന് എല്ലാവിധത്തിലുമുള്ള മാതൃക കാണിച്ച് നേതൃത്വം കൊടുത്ത് നിലയ്ക്കൽ ധർമ്മസമര സേനാനിയായി ഏറ്റവും മുന്നിൽ നിന്ന് പടപൊരുതിയ ആ മഹാത്മാവിന്റെ സംസ്കാരം, ആ സംസ്കാരം ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജനതയ്ക്ക് കഴിയട്ടെ. ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കർണാടകത്തിന്റെ വന്ദിതാരെ Tejas Surya. He is Surya Tejas. He is the Surya Tejas in the parliament. So I am very much happy to see him here and get him here. And Annamalai. He is not really Annamalai. He is really Thiru Annamalai. Bhagavan Shiva himself. So his leadership is very much valuable to us. We have all respect to these people who are just leading this country
ഇൻ ദി നെയിം ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയമല്ല. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ഈ രാജ്യം ഭരിച്ചിരുന്നു. ക്ഷമിക്കുക, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു. രാമൻ രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ധർമ്മം നിലനിർത്തുവാൻ പാർട്ടിയില്ലാതെ രാഷ്ട്രീയമാകാം എന്ന് പഠിപ്പിച്ച, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടിയമല്ല, രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം. പാർട്ടിയെ സംബന്ധിച്ചത് പാർട്ടിയമാണ്. അതങ്ങ് പാർട്ടി ഓഫീസുകളിൽ വെച്ചാൽ മതി. അതിവിടെ വേണ്ട. ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരുടെ രാഷ്ട്രീയം ഈ നാടിനെ പെറ്റമ്മയായി കാണുവാൻ പഠിപ്പിച്ച് സ്വന്തം രക്തം ചിന്തി ഈ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാരമ്പര്യത്തിന്റെ രാഷ്ട്രീയമാണ്. അതിവിടെ നിലനിൽക്കട്ടെ. വീടുകളിൽ കിടന്നുറങ്ങാതെ രാമനാമം മാത്രം ജപിച്ചിരിക്കാതെ ഇതാ ഈ ഒരു വീൽ ചെയറിൽ വന്നിരിക്കുന്ന ഒരമ്മ. അമ്മയെ ഞാൻ പ്രണമിക്കുകയാണ്. ഇന്ന് ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭക്തി തോന്നുന്നത്, അതുപോലെ തന്നെ വിനയപൂർവ്വം സംസാരിക്കാൻ തോന്നുന്നത്, അതുപോലെ തന്നെ എനിക്ക് ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, ആ അമ്മയാണ്. അമ്മയ്ക്ക് നടക്കാൻ നിവൃത്തിയില്ല, വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ഇത് അയ്യപ്പന്റെ സംസ്കാരമാണ്. തന്റെ ശരീരത്തിനെ പോലും വകവയ്ക്കാതെ, തന്റെ പരാജയങ്ങളെയും തന്റെ പരിമിതികളെയും വകവയ്ക്കാതെ ഭഗവാന്റെ പേരിൽ എല്ലാം മറന്ന് സ്വന്തം നാടിനെ സ്നേഹിക്കുവാൻ, സ്വന്തം സംസ്കാരത്തെ വളർത്തുവാൻ, പുലർത്തുവാൻ കാണിക്കുന്ന ആ മഹാമനസ്കതയ്ക്ക് അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടെ വന്നെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ അതിഥികളെന്ന് വിളിക്കുന്നില്ല, യു ആർ നോട്ട് അവർ ഗസ്റ്റ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മ സമിതി നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ത സംഗമമാണ് നടക്കുന്നത്. സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ അതിൽ ഉയർന്ന് നമ്മൾ കണ്ടതാണ്. എന്തായാലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എങ്ങനെ ആശംസ നേർന്നു എന്നത് പരിശോധിക്കും എന്നതാണ് BJP പറയുന്നത്. പിന്നെ ആളുകളുടെ പങ്കാളിത്തമാണ് അവർക്ക് ചൂണ്ടിക്കാട്ടാനുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ സർക്കാർ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുള്ള സമുദായ സംഘടനകളുടെയൊക്കെ മുഴുവൻ പങ്കാളിത്തവും തങ്ങൾക്കുണ്ടായിരുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ച് അവർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് തുടർന്നും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. നേരം വൈകുന്നേരത്തിൽ നാളെ വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.